തേങ്ങ ഒട്ടും ചേർക്കാത്ത നല്ല തിക്കായിട്ടുള്ള ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇഡ്ഡലിക്കും ദോശയൊക്കെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പീനട്ടാണ്. ഇതൊന്ന് 1.5 മിനിറ്റ് നേരം എയർ ഫ്രയറിൽ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കിന്നെല്ലാം എങ്ങനെയാണ് കളയുന്നത് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണാൻ കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളകാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. വറ്റൽമുളക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ചുട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഈ വറ്റൽമുളകിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്തെടുക്കാം. അപ്പം ചമ്മന്തിയുടെ കളർ വൈറ്റ് കളറായിരിക്കും. ഇതാകുമ്പം ചുമന്ന നിറത്തിലിരിക്കും. ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർക്കാറുള്ളൂ കേട്ടോ. കാരണം നമ്മളിത് പിന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് തണുത്ത വെള്ളം ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കല്. നല്ല ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിത് ചെറിയ ജാറായതുകൊണ്ടാണ് കേട്ടോ അധികം വെള്ളം ചേർത്ത് അരയ്ക്കാത്ത. നിങ്ങൾ അരയ്ക്കുമ്പോൾ വലിയ ജാർ എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്ത് വറ്റൽമുളകും കരിവേപ്പിലയും മാത്രമാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കടുക് താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കടുക് താളിക്കുമ്പോഴും ചമ്മന്തി അരയ്ക്കുമ്പോഴും ഈ പീനട്ട് അരയ്ക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കാം. ഞാനിവിടെ ഇതൊന്നും ചേർത്തിട്ടില്ല. ഇത്രയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് എന്തോരാണ് നമുക്ക് ഇച്ചിരി തിക്നെസ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് ഇച്ചിരി നമുക്ക് നീട്ടിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ പീനട്ട് ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണിത്. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ പകുതി തേങ്ങയും പകുതി പീനട്ടും വെച്ചും ചട്നി ഉണ്ടാക്കാൻ പറ്റും. എന്നും തേങ്ങ തന്നെ വെച്ചുണ്ടാക്കാതെ ഈ ഒരു രീതിയിലും കൂടി ചട്നി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.